In this video, I am going to discuss about least square curve fitting. Suppose I have a data x1, y1, x2, y2 and up to xn, yn, and suppose the data is like this. You have x1, y1 here, x2, y2 here, x3, y3 here, and xn, yn somewhere here. Then you can plot a graph, or you can fit this data into a straight line. Suppose this is my straight line. So I am plotting the straight line such that എല്ലാ പോയിന്റിനും ഒരു ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്ന രീതിയിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈന് പ്ലോട്ട് ചെയ്യണം. Then how to fit this data using a straight line എന്നതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുക. So least square method is one of the popular method for finding a curve fitting a given data. So suppose I have n experimental data points. So my aim is to find a curve closely fitting the given data. Now suppose at x equal to x1 the y value is y1, and at x2 the y value is y2, etc. Then I have a value നമ്മളൊരു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കറസ്പോണ്ടിങ് ടു x1 ഒരു y വാല്യൂ ഉണ്ടാവും. Okay, so at x equal to x1 the observed value of y is y1, but the expected value at x equal to x1 we will denote by f of x1. x2 ആവുമ്പോൾ ഉള്ള എക്സ്പെക്റ്റഡ് വാല്യൂ ഫിറ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ട എക്സ്പെക്റ്റഡ് വാല്യൂ എഫ് ഓഫ് x2 എന്ന് എടുക്കും. xn ന്റെ കറസ്പോണ്ടിങ് ഫിറ്റഡ് വാല്യൂ എഫ് ഓഫ് xn എന്ന് ഞാൻ ട്രീറ്റ് ചെയ്യും. Then difference between these two, that is the difference between y1 and f of x1 will be residual. So this is the residual. Okay, so ഇതായിരിക്കും, ഇതാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ പോയിന്റ് ഇത് പോയിന്റ് x1 y1 ആണെങ്കിൽ, or if this is x2 y2. സോ ഞാനിവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. സോ ഇവിടെ എനിക്ക് എന്തുണ്ട്, ഒരു x1 കോമ എഫ് ഓഫ് x1 ഉണ്ട്. ഇവിടെ x2 y2 കറസ്പോണ്ടിങ് ആയിട്ട് x2 കോമ എഫ് ഓഫ് x2 ഉണ്ട്. ഓക്കെ, സോ ഈ എഫ് ഓഫ് x2ഉം y2ഉം അതുപോലെ y1ഉം എഫ് ഓഫ് x1ഉം ഇവർ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഞാൻ റെസിഡുവൽ എന്ന് ഡിനോട്ട് ചെയ്തത്. സോ ദാറ്റ് റെസിഡുവലിനെ നമുക്ക് E1 ഡിനോട്ട് ചെയ്യാം. Now റെസിഡുവൽ E2 എന്തായിരിക്കും, y2 മൈനസ് എഫ് ഓഫ് x2, and you will have residual En as yn minus f of xn. Okay, then each of these residuals-നും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ റെസിഡുവൽ പോസിറ്റീവ് ആണെങ്കിൽ താഴെയുള്ള ഒരു പോയിന്റിന് റെസിഡുവൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ സ്ക്വയർ കൺസിഡർ ചെയ്താൽ മതി. So we will consider the sum of squares of all these residual. That is a term I is equal to 1 to n ei square നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഇതെല്ലാ ടേമിൻ്റെയും കൂടി റെസിഡുവലിന്റെ സം ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ മിനിമൈസ് ചെയ്യണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു I is equal to 1 to n ei square will be ei is yi minus f of xi വരും. ei minus f of xi whole square. സോ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റ് മെത്തേഡിൽ ചെയ്യുക, ദിസ് ക്വാണ്ടിറ്റിയെ മിനിമൈസ് ചെയ്യും. ഓക്കെ, നൗ സപ്പോസ് ഐ ആം ഫിറ്റിംഗ് ദി ഡാറ്റ വിത്ത് സ്ട്രൈറ്റ് ലൈൻ. സോ എനിക്ക് എഫ് ഓഫ് എക്സ് വൈ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഐ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഐ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആയിരിക്കും. നൗ വി നോ ദാറ്റ് y is equal to mx plus c is the equation for straight line. So yi will be equal to mxi plus c. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഐനെ എഫ് ഓഫ് എക്സ് ഐക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദി ക്വാണ്ടിറ്റി ഇ വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n sorry, this is not ei minus, this is yi minus. So this will be yi minus mxi plus c whole square. So this will be E.
Now our aim is to minimize this quantity E, and ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ ഈ ഇക്വേഷനിൽ രണ്ട് പാരാമീറ്റർ ആണുള്ളത്. ഒന്ന് സ്ലോപ്പ്, രണ്ട് ഇന്റർസെപ്റ്റ് സി, എമ്മും സിയും. So the E will be minimum when dou E by dou M is equal to 0. Also dou E by dou C is equal to 0. So to find the best representative curve, I have to minimize this E, this capital E. That means I have to find out dou E by equation dou E by dou M substitute 0 ആക്കണം, dou E by dou C 0 ആക്കണം. Now dou E by dou M 0 ആവുമ്പോഴും dou E by dou C 0 ആവുമ്പോഴും നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ നോർമൽ ഇക്വേഷൻ എന്ന് വിളിക്കും. ആ രണ്ട് നോർമൽ ഇക്വേഷനും നോർമൽ ഇക്വേഷൻ Now these two equations നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലോപ്പിന്റെയും ഇന്റർസെപ്റ്റിന്റെയും ഇക്വേഷൻ കിട്ടും. സോ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഡോ ഇ ബൈ ഡോ സി 0 ആക്കി നോക്കാം. സോ വെൻ ഡോ ഇ ബൈ ഡോ സി ഈസ് ഈക്വൽ ടു 0, വാട്ട് ഈസ് ഡോ ഇ ബൈ ഡോ സി? സോ നമുക്ക് ഇനെ വിത്ത് റെസ്പെക്ട് ടു സി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ നമുക്കറിയാം എക്സ് സ്ക്വയറിന്റെ ടേമിന് ഡിഫറൻഷ്യൽ 2x ആയിരിക്കും. സിമിലർലി ഈ ടേമിന് ഡിഫറൻഷ്യൽ 2 ഇൻറ്റു സമ്മേഷൻ, ഞാൻ ഐ ഈസ് ഈക്വൽ ടു 1 to n കൊടുക്കുന്നില്ല, അത് നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ഐ മൈനസ് എം എക്സ് ഐ പ്ലസ് സി ഇൻറ്റു, സോ ദിസ് ടേം വന്നു, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സി ഉണ്ടാവും. സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സി 1 ആയിരിക്കും. സോ ഈ ടേം മാത്രമായിരിക്കും വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. നൗ ആർ എച്ച് എസ് 0 ആയതുകൊണ്ട് എനിക്ക് 2 ക്യാൻസൽ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് സമ്മേഷൻ വൈ ഐ മൈനസ് എം ഇൻറ്റു സമ്മേഷൻ വൈ ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് സമ്മേഷൻ സി ഉണ്ടാവും. സമ്മേഷൻ സി വിൽ ബി എൻ സി. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 1. ബിക്കോസ് ദിസ് ഇക്വേഷൻ എത്ര ഇക്വേഷൻസ് ഉണ്ടാവും? സമ്മേഷൻ ഐ 1 to n ആണ്, n ഇക്വേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ എൻ സി വരും. ഓക്കെ, സെക്കൻഡ് നമ്മൾ ഡോ ഇ ബൈ ഡോ എം 0 ആക്കാണ്. ഡോ ഇ ബൈ ഡോ എം ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ വെൻ ഡോ ഇ ബൈ ഡോ എം ഇസ് ഈക്വൽ ടു 0, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഈ ഇക്വേഷൻ ഇനെ വിത്ത് റെസ്പെക്ട് ടു എം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നൗ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സിമിലർ നേരം ചെയ്ത പോലെ 2 ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു 1 to n വൈ ഐ മൈനസ് എം എക്സ് ഐ സോറി, ഇവിടെ ബ്രാക്കറ്റ് ഇവിടെ എം എക്സ് ഐ പ്ലസ് സി, ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, പ്ലസ് സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടേം ഉണ്ടാവും. എം ഇൻറ്റു എക്സ് ഐൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എം എടുത്തു കഴിഞ്ഞാൽ ഒരു മൈനസ് എക്സ് ഐ കൂടി വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ്റെ ആർ എച്ച് എസ് 0 ആയതുകൊണ്ട് എനിക്ക് 2 എനിക്ക് ഒഴിവാക്കാം, അതുപോലെ മൈനസ് ഐന് ഒഴിവാക്കാം. ഓക്കെ, നിങ്ങൾ ഈ എക്സ് ഐ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു വൈ ഐ ഓർ വൈ ഐ ഇൻറ്റു എക്സ് ഐ വരും, മൈനസ് എം ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു എക്സ് ഐ വരും. സോ എക്സ് ഐ സ്ക്വയർ വരും, എക്സ് ഐ സ്ക്വയർ പ്ലസ് സി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. ഇതും രണ്ടും മൈനസ് സൈനായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു എം എക്സ് ഐ സ്ക്വയർ പ്ലസ്, ബിക്കോസ് ഇവിടെ എനിക്ക് മൈനസ് സൈന് രണ്ട് ടേമിനും ബാധകമാണ്. സോ ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 2. Now equation number 1 and 2 are said to be normal equation. So equation number 1 ഉം 2 ആണ് normal equation. Yeah. Now ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സോ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ സമ്മേഷൻ എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, സെക്കൻഡ് ഇക്വേഷനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ ആം മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് summation xi. So if you multiply first equation with summation xi, you will get summation yi into summation xi is equal to m into summation xi plus nc into summation xi. Now if you multiply second equation with n, so second equation into n will be summation xi yi into n is equal to m into n into summation xi square plus nc into summation xi. Now ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റ് ടേമും സെയിം ആണ്. അതുകൊണ്ട് ഇക്വേഷൻ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ടേമും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക്
പിന്നെ എന്ത് ചെയ്യാം, n ഒഴിവാക്കിയിട്ട് നമുക്ക് m ന്റെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. സോറി, c ഒഴിവാക്കിയിട്ട് c ഉള്ള ടേം പോവും, c ഇല്ലാതെ m ന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ കൊടുക്കുകയാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3 and this is equation number 4. Now I am finding out equation number 3 minus 4. So let us evaluate 3 minus 4. So 3 minus 4 കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം summation yi summation xi minus n into summation xi yi is equal to m into summation xi minus mn into summation xi square എന്ന് വരും. ഈ രണ്ട് ടേമും ക്യാൻസൽ ആവും, രണ്ട് ടേമും സെയിം ആണ്. ഓക്കെ, നൗ ഫ്രം ഹിയർ ഈ ടേമിൽ നിങ്ങൾക്ക് ലാസ്റ്റ് രണ്ട് ഇക്വേഷനും m കോമൺ ആക്കാം. സോ ഇവിടെ m ഉണ്ടാവില്ല. ഇനി നമുക്ക് m ന്റെ ഇക്വേഷൻ കാണാം. സോ m ഈസ് ഈക്വൽ ടു, so this will be equal to n in summation xi into summation yi minus n into summation xi yi divided by this m താഴേക്ക് വരും, this term താഴെ വരും, summation xi into summation xi minus n into summation xi square. So this is the equation for m. Okay, now equation for n കാണണമെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ m ന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ബിക്കോസ് ഇവിടെ നമുക്കൊരു m ന്റെ ടേം ഉണ്ട്. സോ ആ m ടേമിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇക്വേഷൻ നമ്പർ 1 ഈസ് ഈക്വൽ ഈസ് summation yi is equal to m into summation xi plus nc. Here m ന് ഞാൻ ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു summation xi summation yi minus n into summation xi yi divided by summation xi minus n into summation xi square into summation xi. So this term ആണ് summation xi plus n into c is equal to summation yi. So now ഇവിടെ നമുക്ക് nc എഴുതാം. nc അതായത് ഈ ടേം. So nc will be equal to summation yi. So ഈ ടേം മൈനസ് എന്ന് പറഞ്ഞിട്ട് വരും. മൈനസ്, now ഈ xi ഞാൻ മുകളിലേക്ക് കൊടുക്കാൻ പോവാണ്. സോ summation xi summation yi summation xi minus n into summation xi into yi into summation yi divided by summation xi minus n into summation xi square. Okay, now നമുക്ക് ഇവിടെ LCM ഉണ്ട്, ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു summation yi summation xi minus n into summation yi summation xi square minus summation xi summation yi summation xi minus n into summation xi yi summation xi divided by denominator summation xi minus n into summation xi square. Okay, now നമ്മുടെ LHS NC ആണ്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടേം, so summation yi xi summation xi, here also you have summation xi summation yi. So ഈ രണ്ട് ടേമും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. then ഇവിടെ n, here you have an n, here you have ഈ മൂന്ന് n നമുക്ക് ക്യാൻസൽ ചെയ്യാം. so ഈ മൂന്ന് n, so then നമുക്ക് ഇക്വേഷൻ ഫോർ c കിട്ടും. so the equation for c will be equal to c is equal to summation yi into summation xi square minus summation xi yi summation xi divided by summation xi into summation xi minus n into summation xi square. So this is the equation for c. Now if you compare these two equations, that is equation c and equation m. So the equation for m is this. So just ഞാൻ m ഒന്ന് കോപ്പി ചെയ്യാം. Now let us paste it here. Okay,
സോ രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. സോ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ ഡിനോമിനേറ്റർ ഈസ് സെയിം. സോ ഈ രണ്ട് ഡിനോമിനേറ്ററും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് നമ്മൾ പ്രോഗ്രാം കോഡിലൊക്കെ ഡിനോമിനേറ്റർ എന്ന് കൊടുക്കും. സോ അവർ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ഒരു ഡിനോമിനേറ്റർ എന്നൊരു വേരിയബിളിലേക്ക് എനിക്ക് സേവ് ചെയ്യാം. സോ കോഡ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ഓർ ഈ വേറെ രീതിയിൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻസ് നിങ്ങൾ ചെയ്യാം. രണ്ടും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. സി ഈസ് ഈക്വൽ ടു, സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ്, ഫസ്റ്റ് എനിക്ക് ഈ ടേം എഴുതാം, സമ്മേഷൻ എക്സ് ഐ വൈ ഐ മൈനസ് സമ്മേഷൻ വൈ ഐ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. അത് രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഐ. നൗ ദിസ് ഇക്വേഷൻ ദിസ് വിൽ ബി n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐ മൈനസ് സമ്മേഷൻ എക്സ് ഐ സമ്മേഷൻ വൈ ഐ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. ഓക്കെ. സോ ഈ രണ്ട് ടേമിനെ ഞാൻ ന്യൂമറേറ്ററിന് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് കേസ് ഒന്ന് മാറ്റി എഴുതി. ചില ബുക്സിൽ നിങ്ങൾ ഇക്വേഷൻസ് ഇങ്ങനെ ആയിരിക്കും കാണും. ഓക്കെ. സോ ഈ മെത്തേഡ് ഇങ്ങനെ ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് മെത്തേഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊരു ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യനിലുള്ളത് യു ഹാവ് ടു ബെസ്റ്റ് ഫിറ്റ്, യു ഹാവ് ടു ഫൈൻഡ് ദി ബെസ്റ്റ് ഫിറ്റ് straight line to following data. So the question is, you have to find the best fit straight line to the given data. X values given ആണ്, y values given ആണ്. ഇക്വേഷൻസ് ഞാൻ അടുത്ത നേരത്തെ നമ്മൾ എഴുതി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ സി, അതായത് ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ ഇതാണ്. എമ്മിന്റെ സ്ലോപ്പിന്റെ ഇക്വേഷനും നമുക്കറിയാം. ഓക്കെ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ സി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്റർസെപ്റ്റ് ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെ വേണം? സിഗ്മ വൈ ഐ സിഗ്മ എക്സ് ഐ സ്ക്വയർ സമ്മേഷൻ എക്സ് ഐ വൈ ഐ, അതായത് എക്സ് ഐ വൈ ഐ മൊത്തം കണ്ട അതിന്റെ സമ്മേഷൻ എടുക്കുക. എക്സിന്റെ മൊത്തം സമ്മേഷൻ ആണ് സിഗ്മ എക്സ്, വൈ ഐ എന്ന് പറഞ്ഞാൽ വൈന്റെ മൊത്തം സമ്മ്, ദെൻ സിഗ്മ എക്സ് സ്ക്വയർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. രണ്ട് ഇക്വേഷനിലും ഈ ടേംസ് ആണ് വേണ്ടത്. അപ്പൊ എനിക്കൊന്ന് വേണ്ടത് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ് സ്ക്വയർ ആണ്. പിന്നെ ഒന്ന് എനിക്ക് വേണ്ടത് എക്സ് ഇൻറ്റു വൈ ആണ്. ഈ എക്സ് ഇൻറ്റു വൈൻ്റെ ഹോൾ സം ആയിരിക്കും. ഇവിടുത്തെ ടോട്ടൽ ഇവിടെ വരുന്ന മുഴുവൻ വാല്യൂവിൻ്റെയും കൂടി സം ആയിരിക്കും നമ്മളുടെ എന്ത്, സമ്മേഷൻ എക്സ് ഐ വൈ ഐ എന്ന് പറയുന്ന ഈ ടേം. സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നത് ടോട്ടൽ എക്സിന്റെ സം ആയിരിക്കും. സമ്മേഷൻ വൈ ഐ എന്ന് പറയുന്നത് ടോട്ടൽ വൈൻ്റെ സം ആണ്. സോ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എക്സ് സ്ക്വയർ വിൽ ബി ദി വാല്യൂ ഹിയർ, അതിന്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ദാറ്റ് വാല്യൂ ഇൻറ്റു അഗെയിൻ ദാറ്റ് വാല്യൂ. ഇനി ഇക്വേഷൻ നമ്മൾ ഇവിടെ ഈ 4 ടേമിനും ഈ 6 കേസിനും അപ്ലൈ ചെയ്യണം. ഇനി എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടി. സോ ദി വാല്യൂ ഹിയർ വിൽ ബി ഈക്വൽ ടു ദിസ് എക്സ് വാല്യൂ ഇൻറ്റു ദിസ് വൈ വാല്യൂ. ഈ രണ്ടിൻ്റെയും കൂടി മൾട്ടിപ്പിൾ കാണണം. ഓക്കെ. സോ 1 ഇൻറ്റു 3 വരും. സോ ബാക്കി എല്ലാ ടേമുകളും ഞാൻ അപ്ലൈ ചെയ്തു. ഇനി സമ്മേഷൻ എക്സ് കാണണമെങ്കിൽ ഈ മൊത്തം ടേമിൻ്റെയും കൂടി സമ്മ് കാണണം. സോ നിങ്ങളുടെ എക്സലിൽ ഓട്ടോ സം എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് സമ്മേഷൻ എക്സ്. ഇനി വൈൻ്റെ സമ്മേഷൻ കാണണം. എഗൈൻ അതിൻ്റെ സമ്മ് കണ്ടു. എക്സ് സ്ക്വയർ ടേമിൻ്റെ സമ്മ് കണ്ടു. ദെൻ എക്സ് വൈൻ്റെ സമ്മ് കാണണം ഇവിടെ. സോ സമ്മേഷൻ എക്സ് വൈ. ഇപ്പം എനിക്ക് ഇക്വേഷൻ സിയും എമ്മും, അതായത് ഇന്റർസെപ്റ്റും സ്ലോപ്പും കാണാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിനോമിനേറ്റർ ആണ്, ബിക്കോസ് ഡിനോമിനേറ്റർ രണ്ടിലും കോമൺ ആണല്ലോ. സോ ഡിനോമിനേറ്ററിന്റെ വാല്യൂ എന്ത് വരും? സോ ഡിനോമിനേറ്റർ വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ എക്സ് മൈനസ് എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ. സോ സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 21 ആണ്. സോ 21 ഇൻറ്റു 21 മൈനസ് എൻ. ഇവിടെ n 6 ആണ്, ഡാറ്റ നമ്പർ 6 ആണ്. 6 ഡാറ്റാസ് ഉണ്ട്, 1 2 3 4 5 6. സോ 6 ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 91 ആണ്. 91. ഓക്കെ. സോ ദാറ്റ് വാല്യൂ ഈസ് -105. ഡിനോമിനേറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എം കാണാം. എം അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് സി കാണാം. സോ സി വിൽ ബി ഈക്വൽ ടു, സി ഈസ് ഈക്വൽ ടു സമ്മേഷൻ വൈ ഐ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ വൈ ഐ. എന്നാൽ വൈ ഐൻ്റെ സ്ക്വയർ 64, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. 64 ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ദിസ് ടേം മൈനസ്
then summation xi yi, so this term വരും 250 വരും 250 into summation x, so 21. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ്, ഇവിടെ ബ്രാക്കറ്റ് ചെയ്യണം. ഓക്കെ, സോ എനിക്ക് ഇവിടെയും ഇത് ഇനീഷ്യലി ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ ഹിയർ യു ഹാവ് എ ബ്രാക്കറ്റ്, ഹിയർ ആൾസോ യു ഹാവ് എ ബ്രാക്കറ്റ്, ദെൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ഈ ഡിനോമിനേറ്റർ ടേം വരണം. ഓക്കെ, സോ സി വിൽ ബി ഈക്വൽ ടു 0.3. ഞാൻ ഇവിടെ ഒന്ന് ലാർജ് ചെയ്ത ഇവിടെ കൂടുതൽ ബിറ്റ്സ് വരും. സി 0.0333 വരും. ഓക്കെ, ഇനി എം കാണാം, എം. സോ എം വിൽ ബി ഈക്വൽ ടു summation x into summation y. So summation x into summation y minus, so just I will start with a, sorry, നമുക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മൈനസ് n ഇൻറ്റു, സോ n എന്താണ്, n 6 ആണ്, 6 ഇൻറ്റു സമ്മേഷൻ xi yi, സമ്മേഷൻ xi yi 280 by denominator, so this term. So that will be our m. M is equal to 3.15743. So slope 3.14713 intercept c 0.333 ഉള്ള ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ആക്ച്വലി ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ മൊത്തം ഡാറ്റ XY ഡാറ്റ സെലക്ട് ചെയ്തു. ഇനി ഇൻസേർട്ടിൽ പോയിട്ട് നിങ്ങൾ സ്കാറ്ററിൽ വരിക. സ്കാറ്ററിൽ വന്നാൽ നിങ്ങൾക്ക് സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞുള്ള ഗ്രാഫ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഈ നമ്മുടെ കർവ്, അതായത് ഈ എമ്മും സിയും ഉള്ള ഈ കർവ്, ഇന്റർസെപ്റ്റും ഇതുള്ള കർവ് നമുക്ക് കിട്ടിയ വാല്യൂ റെഡിയാണോ ശരിയാണോ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ആഡ് ട്രെൻഡ് ലൈൻ ഉണ്ടാവും. ട്രെൻഡ് ലൈനിൽ പോയിട്ട് ലീനിയർ ഓക്കെ ആക്കുക. ദെൻ ഡിസ്പ്ലേ ഇക്വേഷൻ ഓൺ ചാർട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളത് ക്ലോസ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ വന്നു 3.1571x. നമുക്ക് കിട്ടിയ അതേ ഇക്വേഷൻ 3.1571, ദെൻ ഇന്റർസെപ്റ്റ് 0.33. ഓക്കെ, സോ നമ്മൾ കേസ്, സോ ഇന്റർസെപ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഇവിടുന്ന് ഇവിടേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യണം. അപ്പോൾ 0.333 ഇതിന്റെ ഇന്റർസെപ്റ്റ് വരും. ഈ ഇക്വേഷന്റെ സ്ലോപ്പാണ് 3.157143. ദാറ്റ് ഇക്വേഷൻ ഇവിടെ, ഇത് ആക്ച്വലി നമ്മളിവിടെ എക്സെല്ല് ഞാൻ ഈ കണ്ട വാല്യൂസ് അല്ല, ഇത് എക്സെല്ലുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് എക്സൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഞാനിവിടെ ചെയ്ത ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് മെത്തേഡിന്റെ ഈ പ്രോഗ്രാം, ഈ വാല്യൂ അല്ല ഇവിടെ വന്നത് കേട്ടോ. ഇത് ആക്ച്വലി കർവ് ഞാൻ ഇവിടെ വാല്യൂ മാറ്റിയാൽ ഇവിടുത്തെ വാല്യൂ മാറും. സപ്പോസ് ഞാൻ 6.2 മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ വാല്യൂ മാറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂസ്, ഇവിടുത്തെ സ്ലോപ്സ് മാറും. ഇത് ഇപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ രണ്ട് കേസിൽ ചെയ്തു. ഒന്ന് ഞാൻ എക്സലിൽ ഇൻബിൽട്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഈ കർവ് വരച്ചത്. രണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തിയറി വെച്ചിട്ടാണ് ഞാൻ എമ്മും സിയും കണ്ടത്. രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, now നമുക്ക് ഇതിന്റെ പ്രോഗ്രാം കോഡ്, പൈത്തൺ കോഡ് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കൊരു പൈത്തൺ കോഡ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ എക്സലിൽ ചെയ്ത പോലെ നമുക്കൊരു ഗിവൺ ഡാറ്റ പോയിന്റ്സ് ഉണ്ടാവും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഗിവൺ ഡാറ്റ പോയിന്റ്സ് നമ്മൾ പൈത്തണിലേക്ക് എൻ്റർ ചെയ്യണം. സോ നമുക്കിപ്പോൾ എക്സിന്റെ വാല്യൂ 1 2 3 ആണ്, വൈൻ്റെ വാല്യൂ 4 5 6 ആണെങ്കിൽ ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, പൈത്തണിലേക്ക് എൻ്റർ ചെയ്യണം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. Then ഈ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്, n ഡാറ്റ പോയിന്റ്സ് 6 ഡാറ്റ പോയിന്റ്സ് ആണെങ്കിൽ this 6 ഡാറ്റ പോയിന്റ്സ് നമ്മൾ ആദ്യം റിസീവ് ചെയ്യണം, നമ്മൾ ആദ്യം പൈത്തണിലേക്ക് ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നമ്മൾ ചെയ്യേണ്ട, സോ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഡാറ്റ പോയിന്റ്സ് മുഴുവൻ നമ്മൾ വാങ്ങണം. സോ ഇത് ഓരോ ഡാറ്റ പോയിന്റും എക്സ് വാല്യൂവും വൈ വാല്യൂവും നമ്മൾ റിസീവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. സോ ഒരു സ്റ്റെപ്പ് നമുക്ക് അതാണ് വേണ്ടത്. രണ്ടാമത്തെ കേസ് നമുക്ക് വേണ്ടത്, നമുക്ക് എത്ര വേരിയബിൾസ് വേണം ഇവിടെ. നമ്മൾ എക്സെല്ലിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ നോക്കാം, നമുക്ക് വേണ്ടത് എക്സ്, സമ്മേഷൻ എക്സ് വേണം, സമ്മേഷൻ വൈ വേണം, സമ്മേഷൻ എക്സ് സ്ക്വയർ വേണം, സമ്മേഷൻ എക്സ് വൈ വേണം. സോ അത്രയും വേരിയബിൾസ് ഞാൻ പൈത്തണിൽ ഇവിടെ നമ്മൾ ആദ്യം 0 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ ഞാൻ അതിനെ ഈ സിഗ്മ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സമ്മേഷൻ എക്സിനെ സം എക്സ്, സമ്മേഷൻ വൈക്ക് സമ്മേഷൻ വൈ, ദെൻ സമ്മേഷൻ xy and summation x square, sum
എക്സ് എക്സ് എന്ന് കൊടുക്കുക, എക്സ് സ്ക്വയറിന് സം എക്സ് എക്സ്. ഇത്രയും വേരിയബിൾസ് നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ ഇത് മുഴുവൻ ആദ്യം 0 ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ഓരോ വാല്യൂസും കണ്ടിട്ട് ഓരോ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് ഓരോ വാല്യൂസും വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഡിനോമിനേറ്റർ രണ്ട് എമ്മിലും സിയിലും ഒരേ സമയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ എന്നുള്ള ഒരു വേരിയബിൾ സേവ് ചെയ്യും. ആ വേരിയബിളിൽ ഈ ഇക്വേഷൻ കൊടുക്കും, അതായത് സ്ലോപ്പിൻ്റെ താഴെയുള്ള ഡിനോമിനേറ്ററിൻ്റെ ഇക്വേഷൻ കൊടുക്കും. എന്നിട്ട് മുകളിൽ ബാക്കിയുള്ള രണ്ട് ഫംഗ്ഷനെ വെച്ചിട്ട് എമ്മോ സിയും കാണും. അതായത് ന്യൂമറേറ്റേഴ്സിൻ്റെ ഇതോടെ ഇക്വേഷനിൽ കൊടുക്കും. എന്നിട്ട് രണ്ട് സ്ലോപ്പും ഇന്റർസെപ്റ്റും പ്രിന്റ് ചെയ്യിക്കും. ഓക്കെ, സോ നമുക്കതൊരു ഡയറക്റ്റ് കോഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇൻപുട്ട് എത്ര ഡാറ്റ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് യൂസറോട് ചോദിക്കണം. സോ അത് n എന്നുള്ള വേരിയബിളാണ് ഞാൻ കൊടുക്കുന്നത്. സോ n ഈസ് ഈക്വൽ ടു ഇൻപുട്ട് നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ്, നമ്പർ ഓഫ് NUM, നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വേരിയബിൾസും സം എക്സ് സം വൈ എന്നുള്ള വേരിയബിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യാം. സോ സം എക്സ് 0 ആവണം, സം വൈ 0 ആവണം, സം വൈ ദെൻ സം എക്സ് എക്സ് ഉണ്ട്, അത് സം എക്സ് സ്ക്വയർ, സം എക്സ് എക്സ് ദെൻ സം എക്സ് വൈ. ഇത്രയും വേരിയബിൾസ് 0 ഒറ്റ ലൈനിലാക്കിയതാണ്. അതേസമയം കുറെ സിംഗിൾ ലൈനായിട്ട് സം എക്സ് ഇസ് ഈക്വൽ ടു 0, സം വൈ ഇസ് ഈക്വൽ ടു 0, സം എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 0, സം എക്സ് വൈ ഇസ് ഈക്വൽ ടു 0, അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കാൻ പോവാണ്. ഫോർ ഐ ഇൻ റേഞ്ച്. സോ ഏത് വരെ വേണം? നമ്മൾ ഡാറ്റ പോയിന്റ്സ് എന്നിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് 1ൽ സ്റ്റാർട്ട് ചെയ്യും. n+1 വരെ കൊടുക്കണം, അപ്പോഴാണ് n വരെ ഫോർ ലൂപ്പ് റൺ ചെയ്യുക. n+1. ഓക്കെ, കോളൻ സെമിക്കോളൻ അല്ല, കോളൻ. ഓക്കെ, ഇനി ഇൻഡന്റേഷൻ വേണം. ഓക്കെ, ഇനി നമ്മൾ ഡാറ്റ പോയിന്റ്സ് സ്വീകരിക്കണം. സോ എക്സും വൈയും ആണ് എൻ്റെ ഇൻപുട്ട് ഡാറ്റ പോയിന്റ്സ്. എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ഡാറ്റ പോയിന്റ്സ് 1 by 1, എൻ്റർ അല്ലെങ്കിൽ എക്സ് വാല്യൂ ആൻഡ് വൈ വാല്യൂ നോക്കാം. എൻ്റർ എക്സ് വാല്യൂ ആൻഡ് വൈ വാല്യൂ, എക്സ് വാല്യൂ ആൻഡ് വൈ വാല്യൂ separated by comma. ഓക്കെ, സോ ഫസ്റ്റ് ഡാറ്റ പോയിന്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്താൽ ആ ഫസ്റ്റ് ഡാറ്റ പോയിന്റ് എക്സ് വൈ എന്നുള്ള വേരിയബിളിലേക്ക് സേവ് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ സം അപ്ഡേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് സം എക്സ് is equal to സം എക്സ് പ്ലസ് എക്സ് ആയിരിക്കും. ദെൻ സം വൈ is equal to സം വൈ പ്ലസ് വൈ. ദെൻ സം എക്സ് എക്സ് is equal to സം xx is equal to sum xx plus x into x. Then sum xy is equal to sum xy plus x into y. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട മുഴുവൻ സം എക്സ്, സം വൈ, സം എക്സ് എക്സ്, സം എക്സ് വൈ ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡിനോമിനേറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ഡിനോമിനേറ്റർ? ഡിനോമിനേറ്റർ വിൽ ബി സമ്മേഷൻ എക്സസ്, ഓർ ഈ രണ്ട് കേസിലും ചെയ്യാം. ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ ഫോമുലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. ഓക്കെ, സോ ഡിനോമിനേറ്റർ ഡിനോം എന്നാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. ഡിനോം ഈസ് ഈക്വൽ ടു n ഇൻറ്റു സം എക്സ് എക്സ് മൈനസ് സം എക്സ് ഇൻറ്റു സം എക്സ് ഇൻറ്റു സം എക്സ്. സോ ഇതാണ് നമ്മളുടെ ഡിനോമിനേറ്റർ. ഇനി നമുക്ക് സ്ലോപ്പും ഇന്റർസെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. സോ സ്ലോപ്പാണ് എം ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു, സോ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ. ഓക്കെ, സോ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ, സം എക്സ് വൈ മൈനസ് സം എക്സ് ഇൻറ്റു സം
x into some y divided by denominator denom. So ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, ഇനി c ന്റെ ഇക്വേഷൻ, c is equal to n summation x into summation xi yi minus summation y into summation x square. Okay, so c ന്റെ ഇക്വേഷൻ കൊടുക്കുക. c is equal to summation sum x into x into sum y into sum y minus sum x into sum xy, sum x into sum xy. So this is b by denominator undo by denom. So c ഞാൻ ഇവിടെ കൊടുക്കണം by denominator. ഓക്കെ, ഇനി പ്രിന്റ് ചെയ്യിക്കണം. പ്രിന്റ് m and c. Print m is equal to print m also print c. Print c. ഒന്ന് സേവ് ചെയ്യാം നമുക്കിത്. റൺ മോഡിൽ എടുക്കുമ്പോൾ സേവ് ചെയ്യാൻ പറയും. സോ ജസ്റ്റ് ഞാൻ അതിനെ ലീസ്റ്റ് 2.py എന്ന് നെയിം ചെയ്തു. സേവ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. there is an error in your program. സോ ഇവിടെ ഞാനൊരു എറർ വരുത്തി. ഇവിടെ നമുക്കിത് ഇവിടെ ഒരു സിംഗിൾ കോട്ട് ഇവിടെ കൊടുക്കേണ്ടി വരും. സോ ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം നമ്മളെല്ലാ കോഡും കൂടെ നമ്മൾ ഇത് പ്രിന്റ് ചെയ്യിക്കുന്നതിന് മുമ്പ്. സോ ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എമ്മും സിയും കൂടി ഒറ്റയടിക്ക് ഇവിടെ പ്രിന്റ് ചെയ്യിക്കാം. അതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സോ ഇവിടെ ഞാനിവിടെ സി ഒഴിവാക്കാം. ഓക്കെ, ഇനി ഒന്നുകൂടെ ഞാൻ റൺ ചെയ്യിക്കുകയാണ്. സോ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ്. സോ ഞാൻ ഡാറ്റ പോയിന്റ്സ് 3 കൊടുത്തു. സോ എക്സ് വാല്യൂ 1 കൊടുത്തു, വൈ വാല്യൂ ഒരു 1 into 2 കൊടുത്തു. ഇനി നെക്സ്റ്റ് എക്സ് വാല്യൂ 2 കൊടുത്തു, 2 into 2 4 ആണ് എൻ്റെ വൈ വാല്യൂ, 3 into 2 6 കൊടുത്തു. നൗ ഞാൻ എൻ്റർ ചെയ്താൽ എനിക്ക് പ്രോഗ്രാം ശരിയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കോഡ് ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ലോപ്പ് എന്ത് വരും? ഞാൻ ഓരോ ഡാറ്റയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വൈ വാല്യൂ കിട്ടാൻ. സോ സ്ലോപ്പ് 2 കിട്ടും, ഇൻ്റർസെപ്റ്റ് 0 കിട്ടും. നോക്ക് കിട്ടുന്നുണ്ടോ? സ്ലോപ്പ് 2 കിട്ടുന്നുണ്ട്, ഇൻ്റർസെപ്റ്റ് 0 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത എക്സലിൽ ചെയ്ത പ്രോഗ്രാം അതേ ഡാറ്റ കൊടുത്തു നോക്കാം. സോ ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ. സോ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് ആ കേസിൽ 6 ആയിരുന്നു. ഓക്കെ, 6 കൊടുത്തു. എക്സ് വാല്യൂ 1 കൊടുത്തു, വൈ വാല്യൂ 3, then x value 2, y value 6.2, x value 3, y value 8.9, x value 4, y value 11.5, x value 5, y value 16, x value 6, y value 18.17. സോ നമുക്ക് കിട്ടിയ വാല്യൂ, ഇന്റർസെപ്റ്റിന്റെ വാല്യൂ, സ്ലോപ്പിന്റെ വാല്യൂ 3.15742 ആൻഡ് ഇന്റർസെപ്റ്റ് 0.333. ഓക്കെ, നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയ വാല്യൂ തന്നെ കിട്ടി, എമ്മും സിയും കിട്ടി. സോ ജസ്റ്റ് മീ ചെക്ക്, 0.333. സോ നമ്മൾ അതേ പ്രോഗ്രാം, അതേ കേസ് പൈത്തൺ കോഡ് വെച്ചിട്ടും ചെയ്തു, ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് മെത്തേഡ്. ഇനി നമുക്ക് ഈ സ്ലോപ്പും ഇന്റർസെപ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? കർവ് പ്ലോട്ട് ചെയ്യണം. അത് നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുക. പൈത്തണിൽ കർവ് പ്ലോട്ട് ചെയ്യിക്കാൻ പറ്റും. നമ്മൾ അതിന് മാറ്റ് പ്ലോട്ട് ഡിബ് മൊഡ്യൂൾ അല്ലെങ്കിൽ പൈലാബ് മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പൈത്തണിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യിക്കാം. അത് ഞാൻ പിന്നീട് ഒരു ദിവസം, പിന്നീട് ഒരു വീഡിയോയിൽ ഞാനത് ചെയ്ത് കാണിക്കുന്നുണ്ട്.